കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് 8ാം ശമ്പള കമ്മീഷൻ. എന്നാൽ കമ്മീഷൻ വൈകുന്നത് ജീവനക്കാരുടെ കുടിശ്ശികയെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആകാംക്ഷ തരുന്ന ഒന്നായിരുന്നു 8ാം ശമ്പള കമ്മീഷൻ. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചതോടെ പുതിയ ശമ്പള പരിഷ്കരണം എപ്പോൾ വരുമെന്നതായിരുന്നു പിന്നീടുള്ള ചർച്ചാ വിഷയം. 8ാം ശമ്പള കമ്മീഷൻ 2027 പകുതിയോടെ മാത്രമേ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ശമ്പള വർധനവിന് 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടിരുന്നു. അതായത് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാൻ വൈകുന്ന 12 മുതൽ 24 മാസം വരെയുള്ള തുക ജീവനക്കാർക്ക് കുടിശ്ശികയായി ലഭിച്ചേക്കും. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പുതിയ ഫിറ്റ്മെന്റ് ഫാക്ടർ അനുസരിച്ചുള്ള പുതുക്കിയ ശമ്പളവും നിലവിലെ ശമ്പളവും തമ്മിലുള്ള വ്യത്യാസത്തെ വൈകിയ മാസങ്ങൾ കൊണ്ട് ഗുണിച്ചാണ് കുടിശ്ശിക കണക്കാക്കുന്നത്. ശമ്പള വർധനവിൽ ഏറ്റവും നിർണായകമാകുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ്. 7ാം ശമ്പള കമ്മീഷനിൽ ഇത് 2.57 ആയിരുന്നു. 8ാം കമ്മീഷനിൽ ഇത് 1.83 മുതൽ 2.46 വരെയാകാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ 1.83 ആണെങ്കിൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് ഏകദേശം 32,940 വരെ ഉയർന്നേക്കാം. ഇത് 2.46 ആണെങ്കിൽ അടിസ്ഥാന ശമ്പളം 44,280 രൂപ വരെ ആകാനുള്ള സാധ്യതയും മുന്നിൽ കാണണം. ക്ഷാമബത്ത പുതുക്കിയ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി കുടിശ്ശികയായി നൽകും. എന്നാൽ വീട്ടുവാടക അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് എന്നിവയ്ക്ക് സാധാരണയായി മുൻകാല പ്രാബല്യത്തോടെയുള്ള കുടിശ്ശിക നൽകാറില്ല. ഇവ പരിഷ്കരണം പ്രഖ്യാപിക്കുന്ന തീയതി മുതൽ മാത്രമാണ് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ശമ്പള പരിഷ്കരണം വൈകുന്നത് വഴി ജീവനക്കാർക്ക് വലിയൊരു തുക കുടിശ്ശികയായി ഒന്നിച്ച് ലഭിക്കാൻ വഴിയൊരുങ്ങുകയും ചെയ്യും. ലെവൽ 1 മുതൽ ലെവൽ 5 വരെയുള്ള ജീവനക്കാർക്ക് 2 മുതൽ 3 ലക്ഷം രൂപ വരെ കുടിശ്ശികയായി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് എപ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.